ഹായ് ഫ്രണ്ട്സ്, വാട്ട് വി ഈറ്റ് അറ്റ് വാഗമൺ. ഓക്കെ, മോർണിംഗ് ഞങ്ങൾ കബാബ് ബർഗറാണ് കഴിച്ചത്. ബർഗർ കോംബോയാണ് ഞങ്ങളെടുത്ത്. അതിൽ പെപ്സിയും ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. ടേസ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓക്കെ ആയിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത്. ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ആയിരുന്നു. റോയിച്ചൻ കഴിച്ചത് ബീഫ് ബിരിയാണിയും ഞാൻ കഴിച്ചത് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ബിരിയാണിയിൽ മുട്ടയും പപ്പടവും പിക്കിളും പിന്നെ കുറച്ച് സാലഡും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബിരിയാണി ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിരുന്നു. ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു ഞങ്ങൾ കഴിച്ചേ. റോയിച്ചൻ കഴിച്ച ബീഫ് ബിരിയാണിയും നല്ലതായിരുന്നു. പക്ഷെ അതിൽ മുട്ട ഉണ്ടായിരുന്നില്ല. പപ്പടവും സാലഡും ഇൻക്ലൂഡഡ് ആയിരുന്നു. അങ്ങനെ ഒരു 3 o'clock ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ആയിരുന്നു. അതിൽ പീനട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്കിഷ്ടമായത് ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നു. റോയിച്ചിന് 2 ചോക്ലേറ്റ് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കഴിച്ചത് തേൻ നെല്ലിക്കയായിരുന്നു. അത് വാഗമണിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ തേൻ നെല്ലിക്ക. തേൻ നെല്ലിക്കയിൽ അധികം മധുരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വാഗമണിലെ എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ് ഈ തേൻ നെല്ലിക്ക. സോ നിങ്ങൾ വരുമ്പോൾ ഇത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് വെരി യമ്മി. ദെൻ ഡിന്നറിന് ചിക്കൻ സാൻഡ്വിച്ചാണ് കഴിച്ചത്. അതിൽ മയണൈസും ചീസും ഒക്കെ ആഡായിട്ടാണ് ഈ ചിക്കൻ സാൻഡ്വിച്ച് മേക്ക് ചെയ്തേക്കുന്നത്. സാൻഡ്വിച്ചിനോടൊപ്പം ചായയും ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് നല്ല ക്രീമിയും നല്ല ടേസ്റ്റിയുമായിരുന്നു. ഈ വാഗമണിലെ ഫുഡ് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സാൻഡ്വിച്ചും പിന്നെ തേൻ നെല്ലിക്കയുമാണ്. റോയിച്ചൻ ഡിന്നറിന് കഴിച്ചത് ബട്ടർ എഗ് പപ്സ് ആയിരുന്നു. നല്ല ക്രിസ്പി പപ്സ് ആയിരുന്നു. പപ്സിനോടൊപ്പം ചായയും ഉണ്ടായിരുന്നു. പപ്സ് റോയിച്ചിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത്രയൊക്കെയാണ് ഞങ്ങൾ വാഗമണിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഫ്രണ്ട്സ്, വാഗമൺ വരുവാണെങ്കിൽ ഈ തേൻ നെല്ലിക്ക ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.